പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളിൽ മഹത്വപ്പെടുമാറാകട്ടെ. കൃപയാൽ ഒരു വേള കൂടെ ദൈവവചനമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒന്നുറപ്പ് പറയാം, ഇന്ന് ദീർഘനാളുകളായി വിടുതലില്ലാതെ കിടന്ന വിഷയത്തിന്മേൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ നിശ്ചയമായും അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതായത് പ്രതീക്ഷ അസ്തമിച്ച ചില വിഷയങ്ങളുണ്ട്, ഇനിയിപ്പം നടക്കാൻ പോകുന്നില്ല, എഴുതി തള്ളിയതാണ്. പക്ഷേ വിശ്വാസത്തോടെ വചനം കൈക്കൊള്ളുമ്പോൾ അത്ഭുതകരമായ പരിവർത്തനവും വിടുതലും നിശ്ചയമായും ദൈവം ചെയ്യും. ദൈവവചനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. വചനം ക്രിയ ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് ലുസ്ത്ര എന്ന സ്ഥലത്ത് അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുകയാണ്. അനേകർ അവിടെ ഇരിപ്പുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വളരെ ആഗ്രഹത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ള ഒരു മനസ്സൊരുക്കത്തോടുകൂടെ വചനം ശ്രദ്ധിക്കുക. പൗലോസ് ഇങ്ങനെ ഓരോരുത്തരെയും വീക്ഷിച്ചപ്പോൾ ആ ഒരു മനുഷ്യന് സൗഖ്യം പ്രാപിപ്പാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ടു. എന്താ ആ മനുഷ്യൻ്റെ കുഴപ്പം? വചനം പറയുന്നു, അവൻ മുടന്തനാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആയുഷ്കാലത്ത് അവൻ നടന്നിട്ടില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, അവൻ്റെ കാലിന് ശക്തിയില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നടന്നിട്ടില്ല. ഒരിക്കലും നടന്നിട്ടില്ലാത്തവൻ, കാലിന് ശക്തിയില്ലാത്തവൻ, അവൻ ആ വചനം കേട്ടപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു വിടുതലുണ്ടെന്ന് വിശ്വാസം വർദ്ധിച്ചപ്പോൾ പൗലോസ് അവനെ നോക്കി. ആ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, അവന് സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസമുണ്ട്. ഒറ്റ കാര്യം പൗലോസ് പറഞ്ഞു, ഇതിങ്ങനെയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കാം. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന് കാലുണ്ടോ? കാലുണ്ട്. പക്ഷെ അത് ആയുഷ്കാലത്ത് ഒരിക്കൽ പോലും അത് കുത്തി അല്ലെങ്കിൽ ആ സ്വന്തം കാലം നിന്നിട്ടില്ല. അതിനുള്ള ശക്തിയില്ല, പ്രാപ്തിയില്ല. പരസഹായത്താലാണ് ഇതുവരെ എത്തിയത്. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ചരിത്രം വഴിമാറുന്ന നിമിഷങ്ങളായി അത് മാറി. വിശ്വാസത്തോടെ വചനം റിസീവ് ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തിടത്തും ആ വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത? അത് എബ്രായ ലേഖനത്തിൽ പറയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അടുത്ത വാക്യം അവനോട് ചേർത്ത് ചിന്തിച്ചാൽ, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സാധാരണ അവന് എന്ന് പറയേണ്ടതായ ഒരു കാര്യമല്ല അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചല്ലേ കേട്ടത്. ദൈവവചനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞേച്ച് തൊട്ടടുത്ത വാക്യത്തിൽ അവന് എന്ന് പറയണമെങ്കിൽ ആ വചനം അതിന് എന്നായിരുന്നു അവിടെ വരേണ്ട ഗ്രാമാറ്റിക്കലി, അല്ലേ? സ്വന്തം. പക്ഷെ അവന് എന്ന് പറയണമെങ്കിൽ അതിന് വേറൊരു കാര്യമുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പറയാം ആ വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന് എന്നുള്ളതും അവൻ്റെ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് there was word and word was with God and word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിന് ദൈവത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അതിന് മാർക്കിടുന്നതല്ല, ആ നല്ലൊരു പ്രസംഗമായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു, നല്ല ഒരു ആശയമുണ്ടായിരുന്നു എന്നതിനേക്കാൾ ഉപരി
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് ഏത് വിടുതലാണ്, ഏത് തലത്തിലാണ് അതിലൂടെ ഒരു വിടുതലുള്ളത്? ചിലപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലായിരിക്കാം, നമ്മുടെ കുറവുകളെ ചിലപ്പം വെളിപ്പെടുത്തുന്നത്. കാരണം നമ്മൾ എബ്രായ ലേഖനം 4:12 നമ്മൾ വായിച്ചു, ഇതെവിടാ ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മനുഷ്യന്റെ 3 തലങ്ങളിലെയും ഏത് അവസ്ഥകളിലേക്കും ഇത് കയറി ചെല്ലും. ഏത്? വചനം. അടുത്തതോടെ പറയുന്നു ഹൃദയത്തിലെ ചിന്തനങ്ങൾ, 2 ആ ഭാവങ്ങൾ, ഇതിനെയെല്ലാം ദൈവവചനം വിവേചിക്കും. നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണ്. ഇപ്പം ഇന്നലത്തെ പത്രം ഇന്ന് കൊണ്ട് തന്നേച്ച് പത്രക്കാരൻ പോയാൽ നമുക്കത് ഇഷ്ടപ്പെടുകയാണ്. നാളത്തെ പത്രം ഇന്ന് കിട്ടത്തുമില്ല. എന്നാൽ അത് ഇന്നത്തേന് വേണ്ടതാണ് നമുക്കുള്ള വചനം, ദൈവവചനം. ഓരോ വായിച്ച് വഴക്കമുള്ളതും തഴക്കമുള്ളതും നന്നായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നതുമായ വാക്യമാണെങ്കിലും ആ വാക്യം ഇന്നും നമ്മളോട് സംസാരിക്കും. അതിനൊരു പുതുമയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നാൽ അത് ചൈതന്യമാണ്, അതിനകത്ത് തന്നെ ജീവനുണ്ട്. ഈ തിരുവെഴുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നിടത്ത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രത്യുൽപാദനത്തിലൂടെ അല്ലെങ്കിൽ ഒരു പുതിയ ജനനത്തിന് വേണ്ടി ആ ബീജത്തിനൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ബീജസങ്കലനം നടന്നാൽ മാത്രമേ അതൊരു പുതിയ സൃഷ്ടിയായി മാറത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്, ഒരു സമയമുണ്ട്, അതിനപ്പുറത്തേക്ക് അതിന് ജീവനില്ല. എന്നാൽ വചനം പറയുന്നു അത് കെടാത്തതാണ്, നഷ്ടപ്പെടാത്തതാണ്. ആ വചനത്തിൻ്റെ പ്രത്യേകത അത് കേൾക്കുന്ന സമയം കൊണ്ട് ആ കേൾക്കുന്ന മാത്രയിൽ മാത്രമുള്ള വിടുതലെന്നല്ല, അതിന് ദീർഘകാലത്തേക്കുള്ള ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്, ഒരു ശക്തി അതിനകത്തുണ്ട്, ഒരു ജീവൻ അതിനകത്തുണ്ട്. അതെങ്ങനെ തെളിയിക്കാം? അത് തെളിയിക്കാനുള്ള വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും, മഴ ഹിമം ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. വാക്യം 11. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ 2 കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് പെയ്യുന്ന മഴ തിരിച്ചു പോകുന്നത്? ഹിമം താഴേക്ക് ഇറങ്ങുന്നത്, മഴ താഴേക്ക് പെയ്യുന്നത്, ഇതെല്ലാം ആകാശത്ത് നിന്ന്. അതൊരിക്കലും തിരികെ അതുപോലെ പോകുന്നില്ല. എന്ത് സംഭവിക്കുന്നു? കൺവേർട്ടർ അല്ലെങ്കിൽ കൺവേർട്ടിങ്, അത് മറ്റെന്തൊക്കെയോ ആയി മാറുകയാണ്. എന്താണ്? 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ആ സമയത്തേക്ക് വേണ്ടുന്ന ഭക്ഷണമായി അത് മാറുന്നു. വാക്യം ഇങ്ങനെയാണ് കണ്ടത്, വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും. അപ്പോൾ ഒരു സമയത്തേക്ക് ആഹാരമായിട്ട് അത് മാറുന്നു. 2, ദീർഘകാല തലമുറകൾ കഴിഞ്ഞാലും ഇത് അവസാനിക്കാത്ത നിലയിൽ ആ വിത്ത് അതുകൊണ്ട് കൃഷി ചെയ്യുന്നു, അതിൽ നിന്നും വിത്ത് അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നു. ദീർഘകാലത്തേക്ക് വേണ്ടുന്നതായി ആ മഴയും ഹിമവും കൺവേർട്ടായി അത് മാറി. അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മഴയും ഹിമവും എന്നുള്ളത് ആഹാരമായിട്ടും വിതപ്പാനുള്ള വിത്തായിട്ടും മാറുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. ആ വചനം ഇന്നത്തെ നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റുക മാത്രമല്ല, അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ തലമുറകൾക്ക് ശേഷവുമുള്ള വിടുതലിന് വേണ്ടിയുള്ള ഒരു ദൈവികമായ ആ ദൈവിക പദ്ധതികൾ അതിനകത്തുണ്ട്. ക്യാപ്സ്യൂളുകൾ പോലെ എന്തൊക്കെയോ ഏതൊക്കെയോ വിഷയത്തിൽ പരിഹാരം കാണാതെ ദീർഘനാളുകളായി കാത്തിരിക്കുമ്പോൾ, അതേ വചനത്തിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള ആ ഉറപ്പോടും വിശ്വാസത്തോടും വചനത്തെ റിസീവ് ചെയ്തൊരു ആമേൻ പറയുമ്പോൾ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് എഴുതി തള്ളിയ അല്ലെങ്കിൽ നമ്മൾ ഇനി അത് നടക്കത്തില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച വിഷയത്തിന്മേൽ ചലനം തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. തെളിവുണ്ട്. യെഹെസ്കേൽ 37 തെളിവുണ്ട്. ആ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവിൽ അതെ പുറപ്പെടുവിച്ച താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ആ താഴ്വരയിൽ അദ്ദേഹം ചുറ്റി നടന്നപ്പോൾ കണ്ടത് ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയായിരുന്നു.
അവിടെ ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞാൽ ആ ഏറ്റവും ഉണങ്ങിയ അസ്ഥിയെ കണ്ട പ്രവാചകനോട് ദൈവം ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവിക പദ്ധതി ജീവിക്കണമെന്നുള്ളതാണ്. പക്ഷെ പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുക, എനിക്കറിയത്തില്ല കർത്താവെ, നീ അറിയുന്നു, അങ്ങ് സകലവും അറിയുന്നല്ലോ. സ്തോത്രം. അവിടെ ശേഷമായി പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ അതിനോട് പ്രവചിക്കാം. ആ നിലയിൽ വചനം പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പത്തിൽ ആ ചിതറപ്പെട്ട അസ്ഥികൾ അസ്ഥിയോട് ചേരും. 260ഓളം അസ്ഥികളുള്ള ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ 260ഓളം അസ്ഥികളുള്ളത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനാകുമ്പോൾ 206 അസ്ഥികളായി ചുരുങ്ങുന്നു. എന്നാൽ ഈ 206 എണ്ണം പലയിടങ്ങളിലായി ചിതറപ്പെട്ടത് ചേർത്ത് വെക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് എത്രത്തോളം സാധിക്കും? പക്ഷെ അത് ഒരു വ്യക്തിയല്ല, ആ താഴ്വര മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന അസ്ഥികളാണ്. അവിടെ സംഭവിച്ചത്, ആ ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ പ്രവചന ശബ്ദം പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തോടെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ അസ്ഥിയോട് ചേരത്തക്ക നിലയിൽ ക്രമീകരണങ്ങളെ ദൈവം ചെയ്തു. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ അവിടെ ആ പ്രവാചകനോട് എഴുന്നേറ്റ് നിൽക്കത്തക്ക നിലയിൽ ഒരു സൈന്യമായി അതിനെ ദൈവം തമ്പുരാൻ ജീവൻ കൊടുത്തു. നമ്മുടെ വിഷയങ്ങൾ എത്ര ഉണങ്ങിയതാണെങ്കിലും പച്ചപ്പെല്ലാം പോയി, പലപ്പോഴും നോക്കിയതാ, ഇനിയിപ്പോൾ നടക്കത്തില്ല, ഇനി ഒരു മടങ്ങി വരവൊക്കെ അസംഭവമാണ്, അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച വിഷയങ്ങളില്ലേ, ദൈവവചനത്തിന് കീഴ്പ്പെടുവാനും അനുസരിപ്പാനും ഒന്ന് വിശ്വസിപ്പാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് പോലും അത്ഭുതം തോന്നുമാറ് ദൈവപ്രവർത്തി നടക്കും. വിശ്വാസത്തോടെ ഇന്ന് പകൽ അത് തന്നെ പറയട്ടെ, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇന്നും ദൈവത്തിന് കഴിയും, ദൈവവചനത്തിന് കഴിയും. സ്തോത്രം. ഇവിടെ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം 49-50 വാക്യങ്ങൾ. അവിടെ പള്ളിപ്രമാണിയായ ഒരു മനുഷ്യനായി യായിറോസ് എന്ന പേര്, തൻ്റെ മകൾ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ യേശുവിനോട് ആ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. എന്നാൽ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള കർത്താവിൻ്റെ ആ യാത്രയിൽ ഒരു രക്തസ്രവക്കാരി കടന്നു വരുന്നു. വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടുന്നു, അവൾ സൗഖ്യമാകുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കാനൊരു അല്പസമയം എടുത്തല്ലോ. ആ സമയം കഴിഞ്ഞ് പിന്നെയും യായിറോസിൻ്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് പോകുമ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നേച്ച് പറഞ്ഞു, കുഞ്ഞു മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്താൻ. അത് കേട്ട യേശു കർത്താവ് പറയുന്നു, എന്നാ പിന്നെ ഇനിയിപ്പം ഞാൻ തിരിച്ചു പോയിക്കോട്ടെ എന്നല്ല ചോദിക്കുന്നത്. കർത്താവ് അവിടെ പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. മാനുഷികമായി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. കഴിഞ്ഞല്ലോ, മരണത്തിനപ്പുറം പിന്നെന്നാ, കഴിഞ്ഞല്ലോ. പക്ഷേ യേശു കർത്താവ് പറയുക, there is possibility, ഇപ്പോഴും സാധ്യതയുണ്ട്. എവിടാ? വിശ്വസിച്ചാൽ മതി. അവരുടെ വാക്കല്ല, നീ എന്നിൽ വിശ്വസിച്ചാൽ മതി. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. ആ ഒരു പാരഗ്രാഫിൽ നാം കാണുന്നത്, യേശു അവിടെ ചെന്നു, ആ ബാല എഴുന്നേക്ക എന്ന് പറഞ്ഞ് അവളുടെ ജീവൻ മടങ്ങി വന്നു, അവൾ ജീവിച്ചെഴുന്നേൽപ്പാനിടയായി. ഒരു നിരവധി ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ടുമായി പറയാൻ. പക്ഷെ ദൈവവചനത്തോട് നമ്മുടെ റെസ്പോൺസ്, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വിശ്വാസത്തോടെ ആ വചനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ചലിക്കാത്തത് ചലിച്ചു തുടങ്ങും. കാലിനൊട്ടും ശക്തിയില്ലാത്തത്, ഒരിക്കലും നടന്നിട്ടില്ലാത്തതുമായ ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു? അവൻ്റെ കാലിന് കുഴപ്പമുള്ളായിരുന്നു, അവൻ്റെ കാതുകൾക്ക് കുഴപ്പമില്ല, കണ്ണുകൾക്ക് കുഴപ്പമില്ല. പ്രസംഗിച്ചവനെ കണ്ടു, ദൈവവചനം കേട്ടു, അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ആ പകൽ അവൻ്റെ ചരിത്രം വഴിമാറി, അവൻ്റെ ജീവിതം ഒരു വേറെ തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നു. അത്ഭുതകരമായ വിടുതലോടുകൂടി അവിടെ പറയുന്നു, അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു. എന്തിനായി എനിക്ക് ഈ കാലുകൾ? എന്തിനായി ചലനമറ്റ കാലുകൾ? ഇതുകൊണ്ട് എന്നാ പ്രയോജനം? ചോദിച്ചു കാണും ഒരിക്കൽ. നമ്മുടെ ജീവിതത്തിൽ പലവട്ടം നാം ചോദിച്ച, എന്തിനാ ഇതൊക്കെ? എന്താ പ്രയോജനം? എല്ലാം തീർന്നില്ലേ? അവസാനിച്ചില്ലേ? ചലനമില്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ആയിരിക്കാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന തലമുറകളാകാം, ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരുന്നതായ ജീവിത അനുഭവങ്ങളാകാം. പക്ഷെ ഇടക്കാലം കൊണ്ട്, ഒരുപക്ഷെ കോവിഡിൻ്റെ കാലം മുതൽ, സ്തോത്രം, അതൊക്കെ ആകെ താറുമാറായി, എല്ലാം ഡിസോർഡറായി, കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞ് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധം കിടക്കുമ്പോൾ, വ്യക്തിപരമായി പറയട്ടെ, ഇന്ന് പകൽ ഈ വചനത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നതായ വിഷയങ്ങളുടെ ബന്ധത്തിൽ ഒന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത്ഭുതങ്ങൾ നടക്കും.
അത്ഭുതങ്ങൾ നടക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരിക്കലും നടക്കാത്തതാ, പക്ഷെ അവൻ കുതിച്ചെഴുന്നേറ്റു. പറയട്ടെ, ഇന്ന് വചനത്തോട് പ്രതികരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു കുതിപ്പുണ്ട്, ശേഷിയില്ലെന്ന് പറഞ്ഞ കാലുകൊണ്ട് തന്നെ അവൻ കുതിച്ചെഴുന്നേറ്റെങ്കിൽ ഇന്ന് ഒരു സാധ്യതയും കാണാത്ത കാര്യങ്ങൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു കുതിപ്പിന് കാരണമായി തീരും. കർത്താവ് ആ നിലയിൽ ഒരു ദൈവപ്രവർത്തിക്കായി ഈ വചനപ്രകാരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഒരു കാര്യം, നമുക്കൊരു നിത്യതയുണ്ട്. യേശു കർത്താവ് വരാറാണ്. ആ കർത്താവായ യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, വചനപ്രകാരം കർത്താവിൻ്റെ വരവിനായി, നിത്യരാജ്യത്തിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഈ തിരുവെഴുത്തുകളോട് പ്രതികരിച്ച വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത സകല പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന കർത്താവിൻ്റെ കരം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമേ, പറഞ്ഞ നിമിഷങ്ങളിൽ തന്നെ ഉണ്ടായതും അതെല്ലാം നല്ലതാണെന്ന് കണ്ടതുമായ ദൈവമേ, നിന്റെ മക്കൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. അത് സാക്ഷ്യമായി കേൾക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏഴെയും ബലപ്പെടുത്തിയ നന്ദി മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക, വിശ്വസിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.